7 മണിക്കൂറിലധികം നീണ്ട പ്രതിഷേധത്തിനൊടുവിലാണ് ഇപ്പോൾ എൽദോസിൻ്റെ മൃതദേഹം ആംബുലൻസിൽ നിന്ന് ആശുപത്രിയിലേക്ക് മാറ്റിയത്. ആ മൃതദേഹത്തോട് ഇനിയും അനാദരവ് കാണിക്കാൻ നമുക്ക് കഴിയില്ല. ഈ മൃതദേഹം ഇവിടെ വെച്ചിട്ടാണോ ചർച്ചകൾ നടക്കുന്നത് എന്ന എൽദോസിൻ്റെ സഹോദരിയുടെ വാക്കുകളാണ് കളക്ടർ ഏറ്റവും ഒടുവിൽ പറഞ്ഞത്. ആ കുടുംബത്തിൻ്റെ വൈകാരികത മനസ്സിലാക്കുന്നു, ആ നാടിൻ്റെ വിഷമം മനസ്സിലാക്കുന്നു, അവരുടെ പ്രതിഷേധം മനസ്സിലാക്കുന്നു. അതൊക്കെ മനസ്സിലാക്കുന്നത് കൊണ്ട് തന്നെയാണ് ഇത്ര വേഗത്തിൽ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. 10 ലക്ഷം രൂപയുടെ അടിയന്തര ധനസഹായത്തിൻ്റെ ചെക്ക് ഇന്ന് തന്നെ ഇപ്പോൾ ആ കുടുംബത്തിന് കൈമാറുകയാണ്. എൽദോസിന്റെ സഹോദരി അവിടെയുണ്ട്. അവരുടെ സാന്നിധ്യത്തിൽ തന്നെയാണ് ഈ ചർച്ചകളൊക്കെ നടന്നത്. നേരത്തെ ഇത് പാലിക്കപ്പെടുന്നുണ്ടോ എന്ന് പരിശോധിക്കപ്പെടും. ആ ഉറപ്പുകളെല്ലാം ഉണ്ടാകുന്നു, പാലിക്കപ്പെടുന്നു എന്ന് ഉറപ്പുവരുത്തിക്കൊണ്ടായിരിക്കും മുമ്പുള്ള നടപടികൾ. ഇപ്പോൾ ഇവിടെ തീരുമാനിച്ച കാര്യങ്ങളുടെ ഒരു റിവ്യൂ ഈ വരുന്ന 27-ാം തീയതി തന്നെ കളക്ടർ തന്നെ ഇവിടെ വന്ന് ചെയ്യാമെന്നാണ് എഗ്രി ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ 27-ാം തീയതി വരുമ്പോൾ ഏറ്റ കാര്യങ്ങൾ നടന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കാം എന്നുള്ളതാണ് ഞങ്ങൾ ഇപ്പോൾ ഇതുവരെ എഗ്രി ചെയ്തിട്ടുള്ളൊരു ധാരണ. ഈ മേഖലയിൽ ഇത്രയും കാട്ടാന ആക്രമണം നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പം ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രം നടപടികളിലേക്ക് എത്തിയാൽ ഇതിനൊരു തുടർച്ച വേണം എന്നുള്ളത് തന്നെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അതിന് തുടർച്ച ഉണ്ടാകുമെന്നുള്ളത് നമ്മൾ ഇത്രയും കാര്യങ്ങൾ സമയമെടുത്തുകൊണ്ട് ചർച്ച ചെയ്ത് എല്ലാം ഇവിടെ വിശദീകരിച്ചിട്ടുണ്ട്. ഇന്നെടുത്ത തീരുമാനങ്ങളെ സംബന്ധിച്ച് കൃത്യമായിട്ട് അതിന്റെ പുരോഗതി 27-ാം തീയതി ഞങ്ങളെല്ലാവരും കൂടിയിരുന്ന് തന്നെ വിലയിരുത്തി അതിന്റെ തുടർ നടപടികൾ ഉറപ്പുവരുത്തും. എന്തായിരുന്നാലും ഈ ഒരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇല്ലെങ്കിൽ ഈ തീരുമാനം പൂർണ്ണമായി നടപ്പിലാക്കപ്പെടുന്നില്ല എങ്കിൽ ശക്തമായ പ്രതിഷേധത്തിലേക്ക് തീർച്ചയായിട്ടും ജനപ്രതിനിധികൾ എന്നുള്ള നിലയിൽ ഞങ്ങൾ തന്നെ മുന്നിലുണ്ടാകും. അക്കാര്യത്തിനകത്ത് യാതൊരു ആശങ്കയും ആർക്കും വേണ്ട. ജനങ്ങളുടെ താല്പര്യത്തിനൊപ്പം തന്നെ ഞങ്ങൾ ഈ കാര്യത്തിനകത്ത് വളരെ കർശനമായ നിലപാട് സ്വീകരിക്കും. എന്തായിരുന്നാലും അത്തരത്തിലാണ് ജനപ്രതിനിധികൾ അടക്കമുള്ളവർ വ്യക്തമാക്കുന്നത്. ശക്തമായ പ്രതിഷേധത്തിലേക്ക്, അതായത് ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ഉറപ്പുകൾ പാലിക്കപ്പെടുന്നില്ല എങ്കിൽ ശക്തമായ പ്രതിഷേധത്തിലേക്ക് തങ്ങളുടെ നേതൃത്വത്തിൽ മുൻപോട്ട് പോകും എന്ന് തന്നെയാണ്. ഈ ഉറപ്പുകൾ പാലിക്കും എന്ന ഒരു ആത്മവിശ്വാസവും അവർ പറയുകയാണ്. കാരണം ജില്ലാ കളക്ടർ തന്നെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു, 27-ാം തീയതി നടക്കുന്ന റിവ്യൂ മീറ്റിംഗിൽ ഇപ്പോൾ എടുത്തിരിക്കുന്ന തീരുമാനങ്ങൾ എന്തൊക്കെ നടപ്പിലാക്കി എന്നതിനെ സംബന്ധിച്ചാണ് റിവ്യൂ മീറ്റിംഗ് നടത്തുക. ആ റിവ്യൂ മീറ്റിംഗിൽ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കും എന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായിരുന്നാലും ജനങ്ങൾ വലിയ രീതിയിൽ മണിക്കൂറുകൾ നീണ്ടുനിന്ന പ്രതിഷേധത്തിനൊടുവിലാണ് ഇപ്പോൾ ഈ താൽക്കാലികമായി പ്രതിഷേധം അവസാനിപ്പിച്ചുകൊണ്ട് ഈ ഒരു മൃതദേഹം ഇവിടുന്ന് കൊണ്ടുപോകുവാൻ വേണ്ടി അനുവദിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.